നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൂൾ വെച്ചിട്ട് ഈ ഒരു സീം റിപ്പയർ ടൂൾ വെച്ചിട്ട് എങ്ങനെയാണ് ഫ്രിൽസ് ഇടുന്നതെന്ന് നോക്കാൻ പോവാണേ. അപ്പോൾ ഞാൻ ആദ്യം സ്ട്രൈറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് ഒരു സൈഡിൽ നിന്ന് ഒരു ഫോൾഡിങ് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു അര ഇഞ്ച് ഒരു ഇഞ്ചോളം നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് അവിടെ ആ ഒരു സൈഡിൽ തയ്യൽ തുമ്പ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണ്. ഇങ്ങനെ ഫ്രിൽസ് ഇടാൻ നേരത്തുള്ളൊരു യൂസ്ഫുൾ എന്ന് പറയുന്നത് നമുക്ക് നല്ല എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ സൂചി ഉപയോഗിക്കാറുണ്ട് ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ട്. കാരണം വലിയ സൂചിയില്ലേ, നല്ല അത്യാവശ്യം ഇച്ചിരി കട്ടിയുള്ള രീതിയിലുള്ള സൂചി, അങ്ങനത്തെ സൂചി യൂസ് ചെയ്യുന്നത് എനിക്ക് ഇച്ചിരി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒട്ടും യൂസ്ഫുൾ അല്ല എന്ന് തോന്നിയ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ കത്രികയില്ലേ, ചെറിയ കത്രിക, അതിന് ത്രെഡ് കട്ടർ എന്നാണ് പറയുന്നത്. ആ ഒരു മോഡൽ ചെയ്തിട്ട് എനിക്ക് അങ്ങോട്ട് ശരിയായില്ല. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ പലപ്പോഴും ക്ലോത്ത് ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലോത്ത് കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ അത് ഒത്തിരി താഴത്തേക്കൊക്കെ ആയിട്ട് കട്ടായി പോയി കഴിഞ്ഞാൽ അത് നമുക്കൊട്ടും ഉപകാരപ്രദമല്ല. അപ്പോൾ അങ്ങനെ തോന്നിയപ്പോഴത്തേക്ക് ഞാൻ കണ്ടുപിടിച്ചൊരു ടൂൾ ഇതാണ്. പിന്നെ സൂചി പിന്നെ ഇടയ്ക്ക് എപ്പോഴും ഉപയോഗിക്കില്ല, ലക്ഷ്യമായിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും പിള്ളേരൊക്കെ വന്ന് ചവിട്ടി പിന്നെ എടുത്ത് കളിച്ച് അങ്ങനെയൊക്കെ വരാൻ നേരത്ത് എന്തെങ്കിലും പ്രശ്നമൊക്കെ ആവും. അതുകൊണ്ട് ഞാൻ ഇതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, ഇല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട് ഇതിലെ വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആണ് അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.